ധർമ്മസ്ഥലയിൽ സാക്ഷിയായ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിൽ ഇന്നും പരിശോധന തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി 5 പോയിന്റുകളിൽ നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടം ഒന്നും കണ്ടെത്താനായിട്ടില്ല. സാക്ഷി പറഞ്ഞ 8 പോയിന്റുകളിൽ കൂടി ഇനി പരിശോധന നടത്താൻ ബാക്കിയുണ്ട്. അതേസമയം അന്വേഷണത്തിനെതിരെ ശ്രീരാമസേന രംഗത്ത് വന്നിട്ടുണ്ട്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ധർമ്മസ്ഥലയിൽ നിന്ന്. സാരംഗ്, 13 പോയിന്റുകളാണ് ടാഗ് ചെയ്തത്. അതിൽ 5 പരിശോധന കഴിഞ്ഞു, ഒന്നും കിട്ടിയില്ല. പക്ഷേ ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോഴും ആ സ്ഥലത്തിന്റെ ഭൂപ്രകൃതി കാരണം അതിന്റെ ആ രീതിയിലുള്ള മാറ്റങ്ങൾ അവിടുത്തെ മണ്ണിനും ജലത്തിനുമൊക്കെ വന്നിട്ടുണ്ടെന്ന് അവിടെയുള്ള ആളുകൾ, പ്രദേശവാസികൾ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാമോ ഒരുപക്ഷേ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിയാത്തത്? ആര്യ, അതുതന്നെയാണ് പ്രധാനമായും 1 മുതൽ 5 വരെയുള്ള പോയിന്റുകൾ. നേരത്തെ പ്രളയ സമാനമായ സാഹചര്യമൊക്കെ തന്നെ നേരിട്ട ഒരു ഭൂപ്രകൃതിയാണിത്. നേത്രാവതി പുഴയ്ക്ക് തൊട്ടരികിലുള്ള ഒരു പ്രദേശമാണ്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടുപിറകിലുള്ള നേത്രാവതി പുഴയാണ്. അതിൻ്റെ പിറകിലുള്ള വനമേഖലയിലാണ് തിരച്ചിൽ നടക്കാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം ഉദ്യോഗസ്ഥരാരും തന്നെ ഇവിടെ എത്തിയിട്ടില്ല. എന്നാൽ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തി പരിശോധന ആരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു മേഖല കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു നദീതീരമാണ്. അതുകൊണ്ട് തന്നെ പുഴ കരകവിഞ്ഞൊഴുകുന്ന സമയത്തൊക്കെ തന്നെ ആ ഒരു ഭൂപ്രകൃതിയിൽ അതിൻ്റെതായ മാറ്റങ്ങൾ ഒരു പക്ഷേ സംഭവിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായാണ് 1 മുതൽ 5 വരെയുള്ള പോയിന്റുകൾ ഒന്നും തന്നെ കിട്ടാതിരുന്നത്. ഇന്ന് 6ഉം 7ഉം 8ഉം പോയിന്റുകളിലാണ് തിരച്ചിൽ നടത്തുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വതവേ മറ്റു പോയിന്റുകളിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ താരതമ്യേന കുറച്ചുകൂടി മുകളിലേക്കുള്ളൊരു മേഖലയാണ്. ചെറിയ കുന്നിൻ ചെരുവ് പോലുള്ള തോന്നിക്കുന്ന ഒരു പ്രദേശത്താണ് തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാര്യമായ എന്തെങ്കിലും തന്നെ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇന്ന് 11 മണിയോടുകൂടി തന്നെ സംഘം ഇവിടെ എത്തുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരിപ്പോൾ ബെൽത്തങ്കടിയിലെ SIT ഓഫീസിലാണ് ഉള്ളത്. അതിനുശേഷം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മുൻ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതിന് സമാനമായ രീതിയിൽ തന്നെ ആ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്തുകൊണ്ടുള്ള തിരച്ചിൽ തന്നെയായിരിക്കും നടത്തുക. ധർമ്മസ്ഥലയിൽ നിന്ന് സാരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.